ഒരു മാസം മുമ്പ് ഇറങ്ങിയ ദുരന്തർ ഇപ്പോഴാണ് കണ്ടത്. ഇപ്പോഴെന്ന് പറയുമ്പോൾ ഈ ഞായറാഴ്ച ഞാൻ കണ്ടത്. അപ്പോൾ ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കോളേജിൻ്റെ ഒരു ഹൃദയതീരം എന്ന് പറയും. സേക്രഡ് ആർട്സിൻ്റെ ഹൃദയതീരം കാഴ്ചയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഹൃദയതീരത്തിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോ. ദുരന്തറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ 3.5 മണിക്കൂറിൻ്റെ സിനിമ, പക്ഷേ എനിക്ക് എവിടെയും ബോറടിച്ചില്ല. ഇതിൻ്റെ ടെക്നീഷ്യൻ്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല, ഞാൻ നോക്കാൻ വിട്ടുപോയി. എന്തായാലും മ്യൂസിക് ഡയറക്ടറിൻ്റെ പേര് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ശശ്വത് സച്ദേവ് എന്നാണ് മ്യൂസിക് ഡയറക്ടറിൻ്റെ പേര്. പിന്നെ ഇവിടെ ഇരിക്കുമ്പോൾ രസമാണ്, ഇങ്ങനെ ഇരുന്ന് വീഡിയോ ഒക്കെ ചെയ്യാനൊക്കെ പ്രത്യേകതൊരു വേറൊരു ഫീലാണ്. അപ്പോൾ എന്തായാലും ദുരന്തറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു മാസം മുമ്പ് ഇറങ്ങിയ സിനിമ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. പിന്നെ ഈ വരുന്ന മാർച്ച് 19 സിനിമയുടെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. അതായത് ടോക്സിക്, ആട് 3, നമ്മുടെ മലയാളത്തിൽ നിന്ന് ആട് 3 വരുന്നുണ്ട്, ടോക്സിക്. പിന്നെ വേറെ കുറേ സമ്മർ റിലീസസ് വരുന്നുണ്ട് നമുക്കറിയാവുന്ന പോലെ. പിന്നെ സർവമായ 100 CR അടിച്ചു, അതെല്ലാവരും കുറേ 100+ ക്രോഡ്സ് അടിച്ചു. ഇപ്പോൾ അതിൻ്റെ GCC ഇപ്പോൾ പുറം രാജ്യത്ത് ലണ്ടൻ അവിടെയൊക്കെയുള്ള വേർഷൻസ് ഇപ്പോൾ വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇതൊരു മസ്റ്റ് വാച്ച് ഇൻ തിയേറ്ററാണ്. കാരണം ഞാൻ കണ്ടത് വൈകിയാണെങ്കിൽ പോലും വനിതാ സിനിപ്ലക്സിൽ സിനിമയ്ക്ക് ഹൗസ്ഫുൾ ഷോസാണ് എപ്പോഴും ഉണ്ടായിരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ എഡിറ്റിംഗ് വളരെ നല്ലൊരു എഡിറ്റിംഗ് ആയിട്ടാണ് തോന്നിയത്. കാരണം ഒരു 3.5 മണിക്കൂർ ദൈർഘ്യമുള്ളൊരു സിനിമയാണ് ദുരന്തരം. 3.5 മണിക്കൂർ, പക്ഷേ എവിടെ എനിക്കൊരു ബോർഡിച്ചില്ല. ഈ സിനിമയുടെ ഓരോ പാർട്ട് എടുത്തിട്ട് വേണമെങ്കിൽ ഓരോ ട്രെയിലറാക്കി മാറ്റാം. പിന്നെ ആദിത്യദാർ ഒരു BJP പേഴ്സൺ ആയതുകൊണ്ട് പുള്ളിയുടെ പൊളിറ്റിക്സ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്ന, അല്ലെങ്കിൽ അത്തരം സംഭവങ്ങൾ വളരെ വളരെ നൈസായിട്ട് അങ്ങ് പറഞ്ഞു വെക്കുന്നൊരു സിനിമയായിട്ടാണ് ദുരന്തരം കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ ഞാനങ്ങനെ എപ്പോഴും ക്യാമറ നോക്കുന്ന ഒരാളല്ല. ഈ ക്യാമറയും കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടേക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. പിന്നെ എടുത്ത് പറയേണ്ടത് രൺവീർ സിംഗിൻ്റെ ആ ഒരു പെർഫോമൻസ്. പിന്നെ അവസാനത്തുമ്പോൾ ഒരു ഓട്ടോറിക്ഷയുടെ സീനുണ്ട്. അത് ഒരു ഓട്ടോറിക്ഷയ്ക്കകത്തൊരു ഒരാളെ കൊണ്ടുപോകുന്നൊരു സീനുണ്ട്. പിന്നെ റിയൽ ലൈഫ് ഇവൻറ്റ്സും പ്ലസ് ഒരു സ്പൈ സ്റ്റോറിയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ആൻഡ് ഓൾറെഡി ഞാൻ ഇതിൻ്റെ ഒരുപാട് ക്ലിപ്സൊക്കെ ഇങ്ങനെ കണ്ടു പോയതുകൊണ്ട് എനിക്ക് വലിയ എക്സൈറ്റ്മെൻറ്റ് ഒരുപാട് സ്ഥലത്തുനിന്ന് ഉണ്ടായിട്ടില്ല, ടു ബി ഫ്രാങ്ക്. പിന്നെ സാറ അർജുനും ഈ പറയുന്ന രൺവീർ സിംഗും 19-20 വയസ്സ് വ്യത്യാസമുണ്ട്. പക്ഷേ നമുക്കത് കാണുമ്പോൾ തോന്നത്തില്ല. കാരണം എങ്ങനെ അവർ മാനിപ്പുലേറ്റ് ചെയ്ത് ഒരാളെ ലവിലേക്ക് എത്തിക്കുന്നു, അവരെ മാരേജിലേക്ക് എത്തിക്കുന്നു ഉള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഗ്രേഡിംഗ് ആയാലും ഇതിൻ്റെ VFX ഒക്കെ ആയാലും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അക്ഷയ് ഖന്ന, ഒരാളുടെ സ്ഥലത്ത് അക്ഷയ് ഖന്നയും സ്കോർ ചെയ്തിട്ടുണ്ട്. ക്യാമിയോസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സഞ്ജയ് ദത്തിനെയാണ്. അത് പേഴ്സണലി എനിക്ക് തോന്നിയിട്ട് ഞങ്ങൾ പറയുന്നത്. പിന്നെ ക്യാമിയോട്ട് സഞ്ജയ് ദത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. സഞ്ജയ് ദത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ സഞ്ജയത്തിൻ്റെ സീൻസ് ആ ഒരു ഗ്രീൻ സ്ക്രീനിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത് എനിക്ക് ചില ഭാഗത്തൊക്കെ അത് ഫീൽ ചെയ്തു, പക്ഷേ വളരെ നന്നായിട്ട് അത് റിയൽ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഡോങ്കു എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറുണ്ട്. പിന്നെ പാകിസ്ഥാൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഈ സിനിമ മൊത്തം കാണിച്ചിരിക്കുന്നത്. പിന്നെ ചെറുതായിട്ട് നമ്മുടെ ഗവൺമെൻറ്റിനെ ഒന്ന് ഗ്ലേസ് ചെയ്ത് ഗവൺമെൻറ്റിനെ പൊക്കി പറയുന്നതായിട്ട് ഒരുപാട് സ്ഥലത്തൊക്കെ എനിക്ക് തോന്നി. അടുത്തടുത്ത ആൾക്കാർക്കാണ് നോക്കുന്നുണ്ട്, ഞാൻ ഇവനെന്താ ഇരുന്നെങ്കിൽ ആരോടും സംസാരിക്കുന്ന രീതിയിൽ. അപ്പം എന്തൊക്കെയായാലും ദുരന്തനെ കുറിച്ച് എനിക്കിതൊക്കെ തന്നെ തോന്നി. പിന്നെ മ്യൂസിക് ആയാലും ഇതിൻ്റെ പിന്നെ മ്യൂസിക് ആയാലും ഇതിൻ്റെ എഡിറ്റിംഗ് ആയാലും എല്ലാം വളരെ നന്നായിട്ട് തന്നെ തോന്നി. അപ്പോൾ എന്തൊക്കെയായാലും നിങ്ങൾ കണ്ടു നോക്കുക. സിനിമ ഇപ്പോഴും തിയേറ്ററിലുണ്ടെന്നേ. ഒരു മാസമൊക്കെ ഒരു സിനിമയൊക്കെ ഇങ്ങനെ തിയേറ്ററിൽ ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞു തന്നെ അത് നല്ല ക്വാളിറ്റി ഉള്ള സിനിമകൾക്ക് മാത്രമേ അത് അങ്ങനെയൊക്കെ ഓടത്തുള്ളൂ. പിന്നെ കുറേ സിനിമകളുണ്ടല്ലോ, മാഡ്നസ് ഉള്ളി ലോജിക് എന്നൊക്കെ പറഞ്ഞിട്ട്, എൻ്റെ നോ ലോജിക് ഉള്ളി മാഡ്നസ് എന്നൊക്കെ പറഞ്ഞ കുറേ സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ അതിനിടയിൽ ഇതുപോലത്തെ ക്വാളിറ്റി ഉള്ള സിനിമകളൊക്കെ ആൾക്കാർ തിയേറ്ററിൽ പോയി കാണും. അതിനിയും ഓടുകയും ചെയ്യുന്നു. വനിതാ സിനിപ്ലക്സിൽ പൊതുവെ സിനിമകൾ അങ്ങനെ എല്ലാ സിനിമകളും അങ്ങനെ ഒരുപാട് നാളൊന്നും ഓടാറില്ല. പക്ഷേ ഈ സിനിമകൾക്ക് ഹൗസ്ഫുൾ ആളായിരുന്നു. ഫ്രണ്ടിലെ സീറ്റ്സ് പോലും ഫിൽഡായിരുന്നു. ഫുൾ ഹൗസ്ഫുൾ ഒരു മയമായിരുന്നു ഈ സിനിമയ്ക്ക്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യുന്നു അടുത്ത സിനിമയ്ക്ക്, ദുരന്തർ 2 വേണ്ടിയും. ഒരുപാട് സിനിമകൾ ഇനിയും കാണാനുണ്ട്. പിന്നെ പെർഫോമൻസ് ഞാൻ വേറെ വിട്ടുപോയി, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾ എത്തരത്തിലുള്ള പൊളിറ്റിക്സ് പക്ഷം അത്തരം എല്ലാം മറച്ചിട്ട് ഒരു നല്ല മേക്കിംഗ്, വളരെ നല്ലൊരു സ്പൈ സിനിമ കാണുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു റീജിയന് വളരെ ഒരു പക്കയായിട്ട് കാണിച്ചു, അല്ലെങ്കിൽ ആ ഇവൻറ്റുകളൊക്കെ ചെറുതായിട്ട് ഇപ്പോൾ പാർലമെൻറ്റിൽ അറ്റാക്കിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒറിജിനൽ പാർലമെൻറ്റ് ഒരിക്കലും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. മേക്കിംഗ് ആണ് ഈ സിനിമയിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത്. പിന്നെ പൊളിറ്റിക്സ് അവർ സൈഡായിട്ട് ഇങ്ങനെ ഗ്ലേസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. പിന്നെ പറയുകയാണെങ്കിൽ വേറെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റുകൾ എല്ലാവരെയും നന്നായിട്ട് ആദിത്യദാർ മേക്ക് ചെയ്തിട്ടുണ്ട്. ശരിക്കും പാകിസ്ഥാനിലെത്തിയൊരു ഫീല് നമുക്ക്
ദുരന്തർ കാണുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദുരന്തർ നല്ലൊരു സ്പൈ മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ പഠാൻ എല്ലാ പടത്തിലും ഗവൺമെൻറ്റിൻ്റെ ഒരു സംഭവമുണ്ട്. ഗവൺമെൻറ് എപ്പോഴും ഒരിക്കലും താഴ്ത്തി കെട്ടാൻ സാധിക്കുന്ന ഒരു സംഭവമല്ല. അതിപ്പോൾ ഏത് സിനിമ ചെയ്താലും നമുക്ക് അങ്ങനെ തന്നെ ചെയ്തേ പറ്റുള്ളൂ. അതാണ് നമ്മുടെയൊക്കെ ഒരു സംഭവം എന്ന് വെച്ചാൽ. അപ്പോൾ എന്തായാലും ദുരന്തർ കണ്ടുകഴിഞ്ഞ് താഴെ കമൻറ്റ് ചെയ്യുക. എന്തായാലും എനിക്ക് പേഴ്സണലി വലിയ ബോറടിച്ചില്ല. ഒരു എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ സിനിമ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. ഓക്കെ, ഇതൊക്കെ ദുരന്തറിനെ കുറിച്ച് പറയാം. അപ്പോൾ ദുരന്തറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ താഴെ കമൻറ്റ്. ഓക്കെ, ബൈ. ഓ